നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കഴിഞ്ഞ അധ്യായത്തിൽ ഞാൻ ഇടപെട്ട കഥാപാത്രങ്ങളെ കുറിച്ച് എനിക്കിപ്പോ ഓർമ്മ മാത്രമേ ഉള്ളൂ. അമ്മ, അച്ഛൻ, വല്യേച്ചി, കുഞ്ഞേച്ചി, ശാന്തേച്ചി, കുറുപ്പ് സാറ്, ശങ്കരേട്ടൻ, അങ്ങനെ ഒരുപാട് പേര്. അതിനു പകരം വേറെ ചിലർ എന്റെ ജീവിതത്തിലേക്ക് വന്നില്ലേ? അച്ഛൻ, സത്യമ്മ, ഭർത്താവ്, പ്രീതി ചേച്ചി, അർജുനേട്ടൻ, അങ്ങനെ. മോളെ, നിനക്കതിലൊക്കെ വിഷമമുണ്ടോ? അമ്മേ, അമ്മേ, അമ്മേ. എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാനതൊക്കെ മറക്കുന്നത് ഇവളെ കാണുമ്പോഴാ സത്യമ്മേ. പൂജ അവിടെ നിൽക്കുമ്പോ എല്ലാരും ഇവിടെ വന്ന് നിക്കാം. നീയല്ലേടി കാന്താരി ഞങ്ങളെ പറ്റിച്ച് അവിടെ ഓടിയത്? ഞാനാ മണിയടിക്കാൻ വന്നതാ. ആ മണി എങ്ങനെയാടി നീ അടിക്കുന്നേ? നിനക്ക് അതിനുള്ള പൊക്കമുണ്ടോ? ഞാൻ അടിച്ചല്ലോ. ഒരു ആന്റി എന്നെ എടുത്ത് മണി അടിപ്പിച്ചു. ആന്റിയോ? ആ ആന്റിയാ ഞാൻ മണിയടിക്കാൻ തുടങ്ങി വീണപ്പോ എന്നെ എഴുന്നേപ്പിച്ച് തടവിയതും ആശ്വസിപ്പിച്ചതും. അയ്യോ, എന്റെ പൊന്ന് വീണോ? വല്ലതും പറ്റിയ മോളെ? ഒന്നും പറ്റിയില്ല സത്യമ്മേ. ഇവിടെ വീഴുന്നത് കണ്ടോടാ ഞാൻ വന്നത്. ആരാ ഇവിടെ വീണപ്പോ എടുത്തോന്ന് പറഞ്ഞത്? ഇവിടെ ഉണ്ടായിരുന്നു ആ ആന്റി. ഇവിടെ വീഴുന്നത് നീ കണ്ടെന്നല്ലേ പറഞ്ഞത്? പരിചയമില്ലാത്തവരെ കൊണ്ടാണ് കുഞ്ഞിനെ എടുപ്പിക്കുന്നത്. കാതിലും കഴുത്തിലും ഒക്കെ സ്വർണ്ണം ഉണ്ടെന്ന് ഓർത്തോണം. അമ്പലമാണെന്നൊന്നും കരുതണ്ട. ഒരു തരി പൊന്നിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ചുറ്റിനുമുണ്ട്. ശ്രദ്ധിക്കണ്ടേ ഇതൊക്കെ? ആരെ കുഞ്ഞിനെ എടുത്തെന്ന്? അത് സീതയാ സത്യമ്മേ. സീത? ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ വീടിനടുത്ത് താമസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ. വാ, നമുക്ക് അർച്ചന നടക്കുന്നിടത്തേക്ക് പോകാം. പോകാം, വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. அது ஒரு பெரிய கதை. ஜீவன் சாருக்கு ஒரு 10 வயசு இருக்கு. அப்ப நடந்த ஒரு சம்பவம். சுஜாதா மேடத்துக்கு ஒரு பிரதர் இருந்தாச்சு. அவர பேரு பவித்ர. அவரு வேற ஒரு டைப் மேடம். அவருக்கு ஃப்ரெண்ட்ஸ் கிடையாது. குடும்பத்துக்குள்ள கூட அவர் ஆளொரு தனி ஆளாத்தான் இருந்து, யாரோடும் அதிகமா பேசாத ஒரு ஆளாத்தான் இருந்து. அவரை எல்லாரும் களியாக்கும், கூட்டத்தில் சேராத்தவரெல்லாம் சொல்லிட்டு இருந்து. அவரை பார்த்தாலே ஒரு பழஞ்ச மாதிரி தான் இருந்து. ஆனாலும் அவரை தேடி ஒரு நாள் ஒரு பொண்ணு வந்தாச்சு. அழகான ஒரு பொண்ணு. அந்த பொண்ணு கொஞ்சம் மாடர்னா தான் இருந்து.
அந்த பெண்ணுக்கு எப்படி பவித்ர சாரோட இஷ்டம் தோணின்னு யாருக்குமே தெரியாது. ஆனா அதுக்கப்புறம் எல்லாமே திடீர்னு சேஞ்ச் ஆயிடுச்சு. அவர் சிரிக்க ஆரம்பிச்சு, எல்லாரோடும் பேச ஆரம்பிச்சு. எப்ப பார்த்தாலும் அவரோட முகத்து சந்தோஷம் தான். എന്നിട്ട് பவித்ர சாருக்கு பெரிய சேலரி இருந்தாச்சு. அந்த சேலரியும் வீட்டில் இருந்த பணம் எல்லாம் அவர் அந்த பெண்ணுக்காக செலவழிச்சு. அந்த பொண்ணுக்கு ட்ரெஸ் வாங்கி கொடுத்தாச்சு, ஆர்னமெண்ட்ஸ் எல்லாம் வாங்கி கொடுத்தாச்சு. எங்க போனோம் அங்க எல்லாம் கூட்டிட்டு போயாச்சு. എന്നിട്ട് അവര് വിവാഹം കഴിച്ചോ? இல்ல மேடம், கொஞ்ச நாள் கழிஞ்சு பவித்ர சாரோட கையிலிருந்து எல்லாம் வாங்கி எடுத்துட்டு அவரு வேற ஒரு ஆளுக்கிட்ட போயாச்சு. போட்டுமே. ஆனா அந்த டைம்ல ஜீவன் சாருக்கு வந்து எல்லாமே அந்த அங்கிள் தான். சுஜாதா மேடத்தைக்காலும் ரகு சாரைக்காலும் அவருக்கு அந்த அங்கிள் தான் பிடிக்கும். எல்லாம் போயாச்சு மேடம். அந்த பொண்ணு போயதுக்கு அப்புறம் அவர் ஒரு வாட்டி கூட யாரோடும் பேசாம ஆயிடுச்சு. உண்ணாம உறங்காத அப்படியே ரொம்ப நாள் போயிடுச்சு. அதுக்கப்புறம் ஒரு நாள் ஜீவன் சாரு അങ്ങളോട് മുറിയിലേക്ക് ചെന്നപ്പോ അയ്യോ അമ്മാവാ അമ്മാവാ அதுக்கப்புறம் மேடம் ஜீவன் சார் இப்படி ஆயிடுச்சு. இப்ப கூட அந்த அங்களோட நினைவு தான் அவரோட மனசு இருக்கு. அந்த மாதிரி எது பெண்ண பார்த்தாலும் ஜீவன் சாருக்கு அதுதான் ஞாபகம் வரும். ஜீவன் சாரோட மனசு அது போகாத மேடம். காரணம் அந்த மனுஷன் சாருக்கு உயிராய் இருந்தது. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എടുത്തി എടുത്തെന്താ ഇവിടെ വന്നിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ആലോചിക്കുന്നത്? ഏയ്, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കായിരുന്നു. ശരിക്കും ആലോചിച്ചിട്ടും കാര്യമല്ല. അവന്തിയടുത്തേയും അനിക്കും പറയുന്നത് ഞാൻ കേട്ടു. എടുത്തിക്കത് വല്ലാതെ വിഷമമായെന്ന് മനസ്സിലായി. നമ്മുടെ ഗതികേടിന് മറ്റുള്ളവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? കടോ എന്ന് പറയുന്നത് വല്ലാത്തൊരു ബാധ്യത തന്നെയാ. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അത് പെരുകുന്നതല്ലാതെ തീരുന്നില്ല. നീ കേട്ടില്ലേ അവന്തികയെ അനഘയെ അവിടെ നിന്ന് പറഞ്ഞത്? എന്റെ സ്വഭാവത്തിന് എന്റെ വീട്ടുകാരാരെയും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തതാ. ഞാനും എന്റെ കുടുംബവും അവർക്ക് കടക്കാരായതുകൊണ്ട് ഒന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അന്ന് എല്ലാവരോടും പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടെന്ന്. അന്നത്തെ അവസ്ഥ നിനക്കും അറിയാവുന്നതല്ലേ. അവന്തിക ഇങ്ങനെ ഒരു സഹായം ചെയ്യുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയിട്ടാണോ? ഒരു കണക്കിന് അന്ന് അവന്തിക സഹായിച്ചത് നന്നായി. ഇല്ലേ, നിന്റെ സ്വർണം കൊണ്ട് പണയം വെച്ചിട്ട് അത് ഇതിനിടയ്ക്ക് സച്ചി അറിഞ്ഞേനെ. നിന്റെ ജീവിതത്തിനും കൂടി അതൊരു പ്രശ്നമായേനെ. ഇനി ഈ പണത്തിന്റെ പേരും പറഞ്ഞ് ആരും നമ്മളെ ഒന്നും പറയരുത്. ആ പൈസ നമുക്ക് നാളെ തന്നെ കൊടുത്തേക്കാം. എവിടുന്ന്? അന്ന് എന്താണോ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചത് അത് തന്നെ ചെയ്യാം. എന്റെ ആഭരണങ്ങളെല്ലാം ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അത് വിറ്റോ പണയം വെച്ചോ നമുക്ക് നാളെ തന്നെ പൈസ തിരിച്ചു കൊടുത്തേക്കാം. സച്ചി അറിഞ്ഞോ?
സച്ചേട്ടൻ അറിഞ്ഞാലും എന്നെ ഒന്നും പറയില്ല. പിന്നെ ഞാൻ സച്ചേട്ടനോട് പറയാത്തത് എന്റെ വിവാഹ ആവശ്യത്തിനും കൂടി ചെലവാക്കിയ പൈസ ഈ കടം. അത് ഞാൻ എങ്ങനെയാ സച്ചേട്ടനോട് ചോദിക്കുന്നേ എന്ന് കരുതിയാ. പിന്നെ ആഭരണത്തിൽ പകുതിയും സച്ചേട്ടൻ വാങ്ങിത്തന്നതാ. എന്തൊക്കെയായാലും നമ്മുടെ നിവൃത്തിയുടെ എന്തിനാ ഭർത്താവാണെങ്കിൽ പോലും സച്ചേട്ടനെ അറിയിക്കുന്നേ. അതുകൊണ്ട് തൽക്കാലം ഞാനത് സച്ചേട്ടനോട് പറയുന്നില്ല. എത്ര രൂപയാണോ കൊടുക്കേണ്ടത് അതിൽ നിന്നൊരു നയാ പൈസ പോലും കുറയാതെ നമ്മൾ നാളെ കൊടുത്തിരിക്കും. ഇത് അർച്ചന എടുത്തേക്ക് തരുന്ന വാക്കാ. അല്ലെങ്കിൽ ഇന്ന് ഏട്ടത്തി പറഞ്ഞ പോലെ നാളെ നമ്മുടെ അച്ഛനെയോ അമ്മയോ അനൂപേണ്ണയോ ഒക്കെ അവർ പറയും. ഒരു കാര്യത്തിനും ഞാനും എൻ്റെ കുടുംബവും അവന്തിക എന്ന സ്ത്രീയുടെ മുമ്പിൽ തല താഴ്ത്തി കണ്ണു നിറഞ്ഞു നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എടുത്ത് ധൈര്യമായിട്ടിരിക്കുക. നാളെ ഈ സമയത്തിന് മുമ്പേ തന്നെ ആ വലിയ കടം അർച്ചന തന്നെ തീർക്കും. വാക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ കാര്യം? എനിക്ക് കവിതയൊന്ന് കാണണം. കവിതേ, നീ അവിടെ ഒളിച്ചിരിക്കുകയാണോ? പുറത്തേക്ക് വാ. ദക്ഷയാ വിളിക്കുന്നേ. പുറത്തേക്ക് വാടി. ദക്ഷമ്മേ, എന്താ കാര്യം? എന്താ കവിതേച്ചി തിരക്കുന്നേ? എന്താ കാര്യം? കാര്യം എനിക്ക് അവളോട് നേരിട്ട് പറയാനുള്ളതാ. എന്നാലും അത് ശരിയല്ലല്ലോ. രാത്രി വീട്ടിലേക്ക് കയറി വന്ന് ഇങ്ങനെ ബഹളം വച്ചാൽ എങ്ങനെയാ? എന്താ കാര്യമെന്ന് ഞങ്ങൾക്കറിയണ്ടേ? സഞ്ജു, എന്റെ ഏട്ടനെ കാണാനില്ല. അയ്യോ, കാണാനില്ലേ? അതെ, എനിക്ക് ഉറപ്പുണ്ട്. കവിത അവളാ ഇത് ചെയ്തത്. കവിത അപ്പച്ചി, അതെങ്ങനെ? അതെ, ഞാൻ പറയുന്നത് സത്യം. അവള് ആ കവിത എന്റെ ഏട്ടനെ എവിടെയോ പിടിച്ചു വെച്ചിരിക്കുക. എന്തായാലും കവിതേച്ചി ഇവിടെയില്ല. കുറച്ചു മുൻപേ എവിടേക്കോ പോയതാ. എവിടേക്കാ പോകുന്നെന്ന് ഞാൻ ചോദിച്ചപ്പോ എന്നോട് ദേഷ്യപ്പെട്ടാ പോയെ. സത്യാണോ നീ പറയുന്നത്? ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? അവൾ എവിടെ ഒളിച്ചാലും ഞാൻ അവളെ കണ്ടെത്തും. ദക്ഷ ആരാണെന്ന് അപ്പൊ അവൾ അറിയും. സഞ്ജു, ഞാൻ നിനക്കും ലച്ചുവിനും ഒരു വാണിംഗ് കൂടി തരാം. കവിതയെ വിശ്വസിക്കരുത്. നിന്നെ ലച്ചുവിനെയും കൊല്ലാനും അവള് മടിക്കില്ല. നിനക്കറിയോ സഞ്ജു, നിന്റെ മുത്തശ്ശിയെ മാത്രമല്ല നിന്റെ അച്ഛനെ കൊന്നതും അവളാ, ആ കവിത. നിന്നെയും നിന്റെ അമ്മയും അനാഥരാക്കിയത് അവൾ ഒറ്റ ഒരുത്തിയാ. അത് നീ മറക്കരുത്. എന്റെ ഏട്ടനെ എനിക്ക് എങ്ങനെയും കണ്ടെത്തിയേ പറ്റൂ. ഞാനത് അമ്മയ്ക്ക് കൊടുത്ത വാക്കാ. ഇനി ഞാൻ സഹിക്കില്ല. എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഏട്ടനെ മാത്രമല്ല, മാണിക്യമംഗലത്തെ ആരുടെയും നേരെ ഒരു ചെറു വിരൽ അനക്കാൻ പോലും കവിതയെ ഞാൻ സമ്മതിക്കില്ല. ദക്ഷയാ പറയുന്നേ. ഹലോ, ആ പറയൂ. അതെയോ? ശരി, ഓക്കെ, എനിക്ക് മനസ്സിലായി. അവിടെ വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോ ഉടനെ എത്തും. ഞാൻ പോവാ. കവിത, അവളെ ഞാൻ വെറുതെ വിടില്ല.
ഈ ദക്ഷയാ പറയുന്നേ. ഇവർക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നമ്മൾ അറിയാത്ത പലതും ഇവിടെ നടക്കുന്നുണ്ട്. കവിത അപ്പച്ചയെ നീ കൂടുതൽ സൂക്ഷിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്ത് ചിരിച്ചത്? ഏയ്, നെറ്റിയിൽ തൊട്ട ചന്ദനം ഒരു തണുപ്പായി ആത്മാവിൽ ചെന്ന് തൊട്ട ഒരു ഫീല്. ആ, എന്നാ ദേവിയെ ധ്യാനിച്ച് നടന്നോളൂ. ദേവിയെ ധ്യാനിച്ച് തന്നെ നടക്കുന്നു. സാധാരണ ക്ഷേത്രത്തിലേക്ക് ലച്ചു ആരെയും കൂട്ടാറില്ല. എന്നെ വിളിച്ചപ്പോ സത്യം പറഞ്ഞ അതിശയം തോന്നി. എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് അർച്ചന കൂടി ആയപ്പോ ആ അതിശയം ആശ്ചര്യമായി. എനിക്ക് ഡോക്ടറോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി. എന്താ ലച്ചു, മംഗലശ്ശേരിയിൽ നിന്ന് പോകുന്ന കാര്യമാണോ? അതാ നല്ലത്. നിങ്ങൾ ചെന്ന് വിളിച്ചിട്ടും സ്വാതി വരാൻ കൂട്ടാക്കിയില്ലെങ്കിൽ ലച്ചു എത്രയും വേഗം ആ വീട്ടിൽ നിന്ന് പോകണം. ഡോക്ടറോട് പോലും ചോദിക്കാതെ ഞാൻ ഹോസ്റ്റലിലേക്ക് പോവാൻ വേണ്ടി നിൽക്കുമ്പോഴാ ചേച്ചിയുടെ അമ്മ വന്ന് ചേച്ചിക്ക് വിശേഷമുള്ള കാര്യം പറയുന്നത്. കാര്യങ്ങളൊക്കെ കാവേരി ചേച്ചി പറഞ്ഞ് ഞാൻ അറിഞ്ഞു. സ്വാതി ലച്ചുവിന് നേരെ പൊട്ടിത്തെറിച്ചു കാണുമെന്ന് എനിക്കറിയാം. ഒരു കുഞ്ഞാവുന്ന നിലയ്ക്ക് പതിയെ അവരുടെ പ്രശ്നങ്ങൾക്ക് മാറ്റം വന്നു തുടങ്ങും. ലച്ചു പിന്നീട് ഒരിക്കൽ പോലും സഞ്ജുവിന്റെയോ സ്വാതിയുടെ മുന്നിലേക്ക് ചെല്ലാതിരുന്നാൽ മാത്രം മതി. സത്യം പറഞ്ഞ മനസ്സ് തണുക്കുമ്പോൾ സ്വാതി തന്നെ ലച്ചുവിനെ കാണാൻ വന്നെന്നും വരും. പക്ഷെ ഇപ്പോൾ ഒരു ഒഴിഞ്ഞുമാറ്റം അനിവാര്യമാണ്. ഇതൊക്കെ ഒരു പ്രതീക്ഷ മാത്രം. ചേച്ചിയുടെ വാശി നാൾക്ക് നാൾ കൂടി വരത്തേയുള്ളൂ. കാണാൻ പോയിട്ട് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും ചേച്ചി എന്നെ അനുവദിച്ചില്ല. ചേച്ചി വരും. അതിന് ചേച്ചി എന്നോട് ആവശ്യപ്പെട്ടതിന് ഞാൻ സമ്മതം പറയണം. എന്താ സ്വാതി ലച്ചനോട് ആവശ്യപ്പെട്ടത്? മംഗലശ്ശേരി വിട്ട് പോകാൻ തന്നെയാണോ? അല്ല. എന്തായാലും എന്നോട് പറഞ്ഞൂടെ? അത് പറയാൻ തന്നെയാ ഞാൻ ഡോക്ടറിനെ വിളിച്ചത്. ഡോക്ടറുമായുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിക്കണമെന്ന്. എന്നിട്ട് ലച്ചു എന്ത് പറഞ്ഞു? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചേച്ചി അത് അറിയിച്ചു കൊടുക്കല്ലേ വേണ്ടത്. ഇതിന് എനിക്കൊരു മറുപടിയോ അഭിപ്രായമോ പറയാനില്ല ലച്ചു. വിവാഹത്തിന് ഞാൻ ഡോക്ടറോട് സമ്മതം പറയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ, നമ്മുടെ വിശാലിന് ബോധം വന്നടാ. അവൻ കണ്ണു തുറന്നു. ഉദയന്നൂരമ്മ തുണച്ചതാ. എനിക്ക് വിശാൽ സാറിനെ ഒന്ന് കാണണം. അവൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. നീ വന്നാൽ ഉടനെ അകത്തേക്ക് കയറ്റിവിടാനാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്.
നീ ചെല്ലു മോളെ. വാ. ഗാർഗി മോളെ, നീ ഇവിടെ നിന്നേ. അകത്തേക്ക് ഒരാൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. പാർവതി ചെല്ലട്ടെ. ചെല്ലു മോളെ. ശരി, എന്നാ പാർവതി ചെല്ല്. ശ്രദ്ധിച്ച് ചെന്നാ മതി. He is perfectly all right. Doctor. വരൂ. ഇനി സംസാരിച്ചോളൂ. വിശാൽ സർ. പാർവതി, സർ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ പാർവതി. ഒന്നും പറ്റിയിട്ടില്ല സർ. സാറിനും ഒന്നും പറ്റിയിട്ടില്ല. ഞാൻ ഇത്രയും നേരം സാറിന് ഓർമ്മ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. സാറിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരു കുഴപ്പവും വരുത്താതെ ഉദയന്നൂരമ്മ സാറിനെ കാത്തോളും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മൾ വിരിച്ച വലയിൽ നിന്നും രണ്ടും രക്ഷപ്പെട്ടു. ഇത് വല്ലാത്ത തിരിച്ചടിയായി പോയല്ലേ ചേച്ചി. അങ്ങനെ നിരാശപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഏതായാലും ഹോസ്പിറ്റലിൽ നിന്ന് വിശാല് പുറത്തേക്ക് വരാൻ എങ്ങനെയും കുറച്ചു ദിവസം എടുക്കും. അത്രയും ദിവസം പാർവതിയും അവന്റെ ഒപ്പം ഇവിടെ തന്നെ കാണും. അതിനുള്ളിൽ പാർവതിയും വിശാലും ആരെയാണ് കാണാൻ പോയതെന്ന് നമ്മൾ കണ്ടെത്തണം. അവരുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നുകില് അവര് കാണാൻ പോയ ആളിനെ നമുക്ക് വിലക്കെടുക്കണം, അല്ലെങ്കിൽ അവനെ തീർത്തു കളയണം. അത് മാത്രമേ ഉള്ളൂ നമുക്കിനി രക്ഷ. ചേച്ചി ടെൻഷൻ അടിക്കാതിരിക്കും. അവനെ ഞാൻ ഉടനെ തന്നെ കണ്ടുപിടിക്കും. ഡോക്ടർ, ഇനി പേടിക്കാനൊന്നുമില്ല. ഹി സർവൈവ് ദ ആക്സിഡന്റ്. അപകടനില തരണം ചെയ്തു കഴിഞ്ഞു. വളരെ ക്രിട്ടിക്കലായ കണ്ടീഷനാണ് വിശാൽ അതിജീവിച്ചത്. ശരിക്കും ഇതൊരു മിറാക്കിൾ ആണെന്ന് തന്നെ പറയാം. മെഡിക്കൽ മിറാക്കിൾ. വിശാൽ എങ്ങനെയാണ് ഗുരുതരമായ അവസ്ഥയിൽ നിന്ന് തിരികെ വന്നതെന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ അത്ഭുതമായിരിക്കുന്നു. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഡോക്ടർ. എന്തായാലും ആപത്തൊന്നും ഇല്ലാതെ അവനെ തിരികെ കിട്ടിയല്ലോ ഡോക്ടർ. ഇപ്പോഴാ സമാധാനമായത്. ഡോക്ടർ,
എന്റെ മോൻ അവൻ രക്ഷപ്പെട്ടു അല്ലേ? അതെ, ഇനി വിശാലിനെ കുറിച്ച് ഓർത്ത് അമ്മ പേടിക്കുകയും സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഹി വിൽ ബി പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഓക്കെ, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വിശാൽ പൂർണ്ണ ആരോഗ്യവാനാകും. പഴയതുപോലെ തന്നെ വിശാലിനെ നിങ്ങൾക്ക് തിരികെ കിട്ടും. അതുവരേക്കും വിശാലിനെ ഇവിടെ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതി. താങ്ക് യു ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. എന്റെ മോനെ രക്ഷിച്ചതിന് ഡോക്ടറോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല ഡോക്ടർ. പറയണം ഡോക്ടർ, എന്റെ മോനെ രക്ഷിച്ചതിന് ഞാൻ എന്താ ഡോക്ടർക്ക് തരേണ്ടത്? ഡോക്ടർ എന്ത് ചോദിച്ചാലും ഞാനത് തരും. ചോദിക്കണം ഡോക്ടർ, എന്തായാലും ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ. അയ്യോ, എനിക്കൊന്നും വേണ്ട. ഇതെല്ലാം ദൈവത്തിന്റെ കാരുണ്യമാണ്. ഒരു ഡോക്ടറിനും മെഡിസിൻസിനും ചെയ്യാവുന്നതിലപ്പുറമാണ് വിശാലിന്റെ കേസിൽ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾ എടുക്കുന്ന എഫേർട്ടിന്റെ മുകളിൽ ഓരോ വ്യക്തികളുടെയും വിശ്വാസവും ധൈര്യവുമാണ് അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. വിശാലിന്റെ സ്പീഡി റിക്കവറിക്ക് ഞാൻ കാണുന്നത് മാഡത്തിന്റെ മരുമകളുടെ ദൈവവിശ്വാസവും പ്രാർത്ഥനയുമാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് വല്ലാത്ത കഷ്ടമല്ലോ. അല്ലെങ്കിൽ തന്നെ അരുണിന്റെ കുറെ കാലമായിട്ട് എന്നെ കണ്ണെടുത്ത കണ്ടൂടാ. ഞാൻ പറഞ്ഞിട്ടില്ലേ ആ അശ്വതി, അവള് അരുണിന്റെ ജീവിതത്തിലേക്ക് വീണ്ടും വന്നു കയറിയതാ എനിക്ക് പ്രശ്നമായത്. ഇത് ഐശ്വര്യയുടെ കഴിവുകേടാന്ന് ഞാൻ പറയൂ. ആ അശ്വതിയുടെ കാര്യം ഐശ്വര്യ പണ്ടേ പരിഹരിക്കണമായിരുന്നു. മായയ്ക്ക് അറിയാഞ്ഞിട്ടാ. ഞാൻ അവളെയും മോളെയും ഈ നാട്ടിൽ നിന്ന് ഓടിക്കാൻ പല പ്രാവശ്യം നോക്കിയതാ. ശ്രീകുട്ടിയെ നാടോടികൾക്ക് പിടിച്ചു കൊടുത്തു. എന്നിട്ടും ആ ശ്യാമ ആ കൊച്ചിനെ എവിടുന്നോ തിരിച്ചു പിടിച്ചോണ്ട് വന്നു. സത്യത്തിൽ ഈ ശ്യാമ ഐശ്വര്യയുടെ ജീവിതം തകർത്തിട്ടേ പോകൂ അല്ലേ? അവളും ആക്കിയ അശ്വതിക്കും അരുണും വീണ്ടും കണ്ടുമുട്ടാനും പ്രേമം പുതുക്കാനും വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്നത്. ശ്യാമയ്ക്ക് നമുക്ക് താമസിയാതെ എട്ടിന്റെ പണി തന്നെ കൊടുക്കാം. ആ കാര്യം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ അശ്വതി, അവളുടെ കാര്യത്തിലാണ് നമ്മളിപ്പോ ഒരു തീർപ്പുണ്ടാക്കേണ്ടത്. ഇനി എന്ത് തീർപ്പുണ്ടാക്കാൻ? ഇപ്പൊ അരുൺ ഏത് നേരവും അരുൺ അവളെ ഫോൺ വിളിയും കൊഞ്ചലും ഒക്കെ. അതൊക്കെ കണ്ടും കേട്ടും ഞാൻ മടുത്തു. അത് മാത്രോ, ഞാൻ അരുണിനോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാ മതി, അപ്പ എന്നോട് ചാടിക്കടിക്കാൻ വരും. എല്ലാ അശ്വതിയുടെ തലേണ മന്ത്രമാ. ഇങ്ങനെയാണ് അരുണിന്റെയും അശ്വതിയുടെയും പോക്കെങ്കിൽ ഇനി താമസിയാതെ ഐശ്വര്യക്ക് ഒരു വാർത്ത കൂടി കേൾക്കാം. അശ്വതി വീണ്ടും അരുണിന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു. സത്യത്തിൽ ഇനി അതാ സംഭവിക്കാൻ പോകുന്നത്. ഐശ്വര്യ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഐശ്വര്യ ഇനി എന്തൊക്കെ ചെയ്താലും അരുണിനെ നിയന്ത്രിക്കാനാവില്ല. ആണുങ്ങളുടെ സ്വഭാവം അതാ. അരുണിനിപ്പോ പുതിയ മേച്ചിൽപ്പുറം കിട്ടി. അപ്പൊ പഴയ ഭാര്യയായ നിന്നെ മടുത്തു തുടങ്ങി. മടുത്തു തുടങ്ങിയെന്നല്ല, മടുത്തു, വെറുത്തു. നിന്നെ ഇപ്പൊ കാണുന്നത് തന്നെ അരുണിന് വെറുപ്പാ. ഉടനെ ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. അരുൺ വീണ്ടും നിന്റേത് മാത്രമായിട്ട് തീരണം. അതെ മായ, മായ എന്റെ മനസ്സ് വായിച്ചതുപോലെയാ എല്ലാം പറഞ്ഞത്. അതിന് അരുൺ എന്റേത് മാത്രമാകാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? നീ എന്തിനാ മടിച്ചു നിൽക്കുന്നേ? ആരെയാ ഭയക്കുന്നത് ഐശ്വര്യയെ? അരുൺ ആ അശ്വതിയെ കാണാൻ പോകുന്ന തക്കം നോക്കി നീയും നേരെ ആ അശ്വതിയുടെ വീട്ടിലേക്ക് അങ്ങ് ചെല്ല്. ദേ, ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. ഐശ്വര്യക്ക് അരുണിനെ അശ്വതിയുടെ ബെഡ്റൂമിൽ വെച്ച് തന്നെ പിടികൂടാം. പിന്നെ ഒന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ.
തകർക്കണം, അവളെ നാണം കെടുത്തണം. അശ്വതി അപ്പോ ആ നിമിഷം നാടുവിടണം. അതിനു വേണ്ടത് ഐശ്വര്യ ചെയ്യ. അതിന് വൈകിക്കരുത് ഐശ്വര്യ. തക്കം നോക്കി നിന്നോ. അരുണിന് അശ്വതിയെ കാണാതിരിക്കാൻ പറ്റില്ല. ഞാനല്ലേ പറയുന്നേ. ഏറ്റു, അത് ഞാൻ ഏറ്റു. പിന്നെ അശ്വതിയുടെ അവസാനമായിരിക്കും. അവളെ ഞാൻ പൊളിച്ചടുക്കും. ഐശ്വര്യ പറയുന്നേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മയുടെ ഫോൺ എവിടെയാവും? നോക്കട്ടെ. ആ, ഇവിടെ ഉണ്ടല്ലോ. അരുണങ്ങളിനും കണ്ടിട്ട് കുറെ ദിവസമായി. ഒന്ന് വിളിക്കാം. അഭിരാമി. ഹലോ അഭി. ഇത് അഭിയല്ല, ശ്രീകുട്ടിയാ. അല്ല, ശ്രീകുട്ടിയോ? മോളെങ്ങനെ ഫോൺ എടുത്ത് വിളിച്ചേ? അമ്മയുടെ മൊബൈലിൽ നിന്ന്. ആ, അത് ശരി. അപ്പോ അമ്മ എടുത്തില്ലേ? ഇല്ല, അമ്മ കാണാതെ ഞാൻ വിളിച്ചതാ. അതെയോ? അങ്കിൾ എന്താ എന്നെ കാണാൻ വരാത്തെ? മോളെ, അത് പിന്നെ എന്താ പെണക്ക? എന്റെ അമ്മയോടും എന്നോടും അങ്കിള് പെണക്ക? ഹേയ്, മോളോട് അങ്കിൾ പിണങ്ങേ? അത് പറ്റില്ലല്ലോ. പിന്നെ പിണക്കം അമ്മയോടാ? അത് മോളെ അങ്ങനെയൊന്നുമില്ല. എത്ര ദിവസമായി ഞാൻ അങ്കിളിനൊന്ന് കണ്ടിട്ട്. ശരിയാ, അങ്കിളിനും നല്ല വിഷമമുണ്ട്. അങ്കിളും മോളെ കാണാതെ എനിക്കും നല്ല വിഷമമുണ്ട് മോളെ. എങ്കി പിന്നെ അങ്കിള് മോളെ കാണാൻ വരാത്തെന്താ? മോളെ, അത് അങ്കിള് വരാം, പിന്നീട് ആവട്ടെ. അങ്ങനെ പറയല്ലേ, എനിക്ക് ഇപ്പൊ തന്നെ അങ്കിളിനെ കാണണം. അത് അല്ല മോളെ, അങ്കിള് പറ്റില്ലെന്ന് പറയല്ലേ, എനിക്ക് കാണണം. അത് മോളെ, അങ്കിള് ഒന്നും പറയണ്ട, എനിക്ക് അങ്കിളിനെ കാണണം. മോളെ ശ്രീകുട്ടി, മോളുടെ അമ്മ എവിടെ ഇല്ലേ? ആരാ? അല്ലേ, അമ്മ ഇവിടെ കറിക്കരിയ. അപ്പോഴേ ഞാൻ അമ്മ കാണാതെ അങ്കിളിനെ വിളിച്ചേ. എന്നാ മോള് അമ്മയുടെ കയ്യിലേക്കൊന്ന് ഫോൺ കൊടുക്കോ? അങ്കിളൊന്ന് സംസാരിക്കട്ടെ. ഒന്നും വേണ്ട, ഞാൻ പറയുന്നത് അങ്കിള് കേട്ടാ മതി. ഇപ്പൊ ഇവിടേക്ക് വരണം. എന്താ അങ്കിളൊന്നും പറയാത്തെ? അങ്കിള് വന്നില്ലെങ്കിൽ ശ്രീകുട്ടി ഒന്നും കഴിക്കില്ല, നോക്കിക്കോ. അയ്യോ ശ്രീകുട്ടി, മോളെ അങ്ങനെ വാശി പിടിക്കല്ലേ. ഞാൻ കഴിക്കില്ല. മോളെ, കഴിക്കില്ലെന്ന് പറഞ്ഞാ കഴിക്കില്ല. ശരി, എന്നാ മോളെ അങ്കിൾ അങ്ങോട്ട് വരാം. ഇപ്പൊ വരണം. ശരി, ഇപ്പൊ തന്നെ വരാം. മോള് അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്തേ. വേണ്ട, ഇവിടെ വന്നിട്ട് അമ്മയോട് സംസാരിച്ചാ മതി. അങ്കിള് വരണം, ഞാൻ കാത്തിരിക്കും. വരാം മോളെ, ഇപ്പൊ തന്നെ വരാം. ശ്രീകുട്ടി, നീ എന്തായി കാണിച്ചത്? ഞാൻ അങ്കിളിനെ വിളിച്ചു കാണണമെന്ന് പറഞ്ഞു. ഇത് ശരിയല്ല കേട്ടോ. പിന്നെ എനിക്ക് അങ്കിളിനെ കണ്ടേ. മോളെ, അത് എന്നാ അമ്മ എന്നെ അങ്കിളുടെ അടുത്ത് കൊണ്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതൊന്നും വേണ്ട മോളെ, അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടാവില്ല. പിന്നെ എന്ത് ചെയ്യും? നമുക്ക് നോക്കാം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് രാമഭദ്രനെ ജഗദീഷിനെ വിളിക്കാം. എന്തായാലും മോള് വാ, ഞാനൊന്ന് നോക്കട്ടെ.
വേണ്ട. ഇനി അമ്മയെ കണ്ട് ആളിന്റെ ഭാവം മാറിയാലോ. അത് ശരിയാ. മോളൊരു കാര്യം ചെയ്യ. തൽക്കാലം തുണി നനച്ച് കാർത്തിമോന്റെ നെറ്റിയിലിട്. വേഗം ചെല്ല്. അമ്മേ ഇതാ. മോളെ, ഈ വെള്ളം വലിയുമ്പോ അടുത്ത തുണി നനച്ചിടണം. ശരിയമ്മേ. ഇതിങ്ങനെ കുറെ പ്രാവശ്യം ചെയ്യുമ്പോ പനി കുറയാറാ പതിവ്. ഇനി പനി കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ജഗദീഷിനെ രാമഭദ്രനെ വിളിക്കാം. ഹോസ്പിറ്റലിലും കൊണ്ടുപോവാം. കരല്ലേ? വാവ ബാബു രാരിരാരോ വാവ ബാബു ഉറക്കോട്ടാ. കരയാതെ ബാബു ഉറക്കും. പനി കുറയുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് പ്രാവശ്യം കൂടി ചെയ്യണേ. അമ്മേ, DCP ഉറങ്ങിന്ന് തോന്നുന്നു. പനി വിട്ടു, അതാ. എന്നാ അമ്മ പോയി കിടന്നോ, ഉറങ്ങിക്കോ. എന്റെ ഉറക്കല്ലല്ലോ മോളെ പ്രശ്നം. ഈ കുഞ്ഞിന് പനി വരാൻ പാടില്ല. കൊച്ചു കുഞ്ഞല്ലേ. ഈ രാത്രി നിനക്ക് കുഞ്ഞിന്റെ കാര്യം കൂടി നോക്കാൻ പറ്റിയെന്ന് വരില്ല. കാർത്തിക്ക് പനിയല്ലേ. കുഞ്ഞിനെ ഇനി ഈ മുറിയിൽ കിടത്തണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. അയ്യോ അമ്മേ, അത് DCP സാവിത്രി അമ്മയോ അറിഞ്ഞാ വലിയ പ്രശ്നമാവില്ലേ? അറിഞ്ഞാൽ അത് മതി അവർക്ക് പ്രശ്നത്തിന്. അറിയരുത്. അതിനിപ്പോ എന്ത് ചെയ്യും? അവരെഴുന്നേക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. മോള് പേടിക്കണ്ട. വന്നേ. മോളെ, എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അമ്മയെ വിളിക്കണേ. മൊബൈലിൽ വിളിച്ചാ മതി. ശരി അമ്മ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവള് ACPയുടെ ഭാര്യയായിരിക്കെ ഞാൻ അവളെ ഇങ്ങ് തട്ടിക്കൊണ്ട് പോന്നു. എടാ വിരുദ, ഇതൊക്കെ അറിയാനല്ലേ കള്ളുകൊണ്ടുള്ള എന്റെ ഹിപ്നോട്ടിസം. കേട്ടിട്ട് വികാര തീക്ഷ്ണവും സംഘടനാത്മകവുമായ ഒരു കഥയാണല്ലോടാ ഇത്. ഒന്ന് വിശദീകരിച്ച് പറയ്. പറയാം. സത്യം പറഞ്ഞാൽ മറ്റൊരാളുടെ ഭാര്യയെ വൈശാഖ് തട്ടിക്കൊണ്ടുപോയി കൂടെ താമസിപ്പിച്ചിരിക്കുന്നു.
അവളെ എന്റെ പെണ്ണാണ്. അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയൊന്നുമില്ല. നിന്റെ കാര്യത്തില് ഞാൻ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കും. വൈശാഖി ഈ പറഞ്ഞ കഥയൊക്കെ എന്നോട് പറഞ്ഞ കാര്യം ഒരു കാരണവശാലും മൈഥിലി അറിയരുത്. ഞാൻ പറയുന്നില്ല. തന്നെയുമല്ല, ബോധം വന്നു കഴിയുമ്പോഴേ ഞാൻ ഇവിടെ എന്താ പറഞ്ഞെന്നുള്ള കാര്യം ഞാൻ തന്നെ അങ്ങ് മറന്നുപോകും. വൈശാഖേ, എണീക്കടാ. ഇത് വയ്യാവേലിയാവൂ. വൈശാഖേ, എടാ വൈശാഖേ, ഓ എണീക്കടാ. എണീക്കങ്ങോട്ടും എണീക്കടാ അങ്ങോട്ട്. പിടിക്കണ്ട, ഞാൻ നടന്നോളാം. പോയാ മതി. ഓക്കെ. പുള്ളിമാനെയും കൊണ്ട് നീ വന്നത് ഈ കടുവാക്കൂട്ടിലേക്കാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.